Greetings from Kindergarten at Bethesda, in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, കഷ്ടത അനുഭവിക്കുന്നവരായി ദുഃഖമനുഭവിക്കുന്നവരായി തന്നെ സമീപിച്ച ആളുകളോട്, താൻ കാണുവാൻ ഇടയായ ആളുകളോട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു ഇടപെട്ടത് എന്നതായിരുന്നുവല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ മനസ്സിലിവോടും അനുകമ്പയോടും ആർദ്രകരുണയോടുമായിരുന്നു നമ്മുടെ കർത്താവ് ആ ദുഃഖിതരെ ആശ്വസിപ്പിച്ചതും അവരെ സൗഖ്യമാക്കിയതും. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 5ാമത്തെ ഞായറാഴ്ചയായ ഇന്നും അതുപോലെയുള്ള ഒരു സംഭവമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കിയ സംഭവം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് നാം അത് പഠിക്കുന്നത്. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 10 to 17. ഓരോ ശബത്തിൽ യേശു തമ്പുരാൻ ഒരു സിനഗോഗിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവീൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. നാം ഈ വായിച്ചു കേട്ട വചനഭാഗത്ത് അവിടെ ഉണ്ടായ പ്രശ്നം യേശു തമ്പുരാൻ ശബത്തിൽ ആ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി എന്നതാണ്. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. എന്താണ് ഈ ശാബത്ത്? ശാബത്ത് ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഒരു പ്രമാണമാണ്. ഒരാഴ്ചയിലെ 6 ദിവസം മനുഷ്യൻ തൻ്റേതായ കാര്യങ്ങൾക്കായി വിനിയോഗിക്കും. ഉപജീവനത്തിനും മറ്റുമായി അവൻ കഠിന പ്രയത്നം ചെയ്ത് ജീവിക്കും. എന്നാൽ അവൻ 7ാം ദിവസം റെസ്റ്റ് എടുക്കണം, സ്വസ്ഥനായിരിക്കണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. അത് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് ദൈവം കണ്ടു. അത് മനുഷ്യന് ദൈവം കൊടുത്ത ഒരു നന്മയാണ്. നിങ്ങൾ 7ാം ദിവസം വിശ്രമിക്കണം. ശാബത്ത് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ഡേ ഓഫ് റെസ്റ്റ് എന്നാണ്. വിശ്രമത്തിൻ്റെ ദിവസം. മറ്റ് 6 ദിവസം ചെയ്തിരുന്ന പണികളൊന്നും അന്ന് ചെയ്തുകൂടാ. കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനത്തിനും മറ്റുമായി നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. നിങ്ങൾ വിശ്രമിക്കണം. ദൈവം മനുഷ്യന് കൊടുത്ത ഈ നന്മ, അത് മനുഷ്യൻ എങ്ങനെയായിരുന്നു വിനിയോഗിക്കേണ്ടിയിരുന്നത്? അവൻ ദൈവസന്നിധിയിൽ തനിക്ക് ഈ 6 ദിവസം ലഭിച്ച നന്മകളും കരുണകളും കൃപകളുമെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്മ പ്രവർത്തികൾ, ദൈവികമായ പ്രവർത്തികൾ ചെയ്യുവാനുമായി വിനിയോഗിക്കണം.
യേശു ക്രിസ്തു ആ സിനഗോഗിൽ കയറി ചെന്ന ആ ശാബത ദിവസം അവനവിടെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് കാണുന്നത് ഈ കൂനിയായ സ്ത്രീയെ. യേശു അവളെ കണ്ട മാത്രയിൽ അടുക്ക വിളിച്ചു. യേശു ഒരു നല്ല കാര്യമാണ് ചെയ്തത്. 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ സ്ത്രീ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18 സംവത്സരം അവൾ ആ രോഗാത്മാവിനാൽ ബാധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ഇരിക്കുകയായിരുന്നു. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. അവിടെ കൂടി നിന്ന ആർക്കും അവളെ കണ്ടിട്ട് മനസ്സലിവ് തോന്നിയില്ല. അവൾ തുടർച്ചയായി ആ സിനഗോഗിൽ ആരാധനയ്ക്കായി കടന്നു വരുന്നവളായിരുന്നു. അപ്പോഴൊന്നും ഇവരാരും ആ സ്ത്രീയെ ഗൗനിച്ച് കാണില്ല. ഒരു സ്ത്രീ കടന്നു വരുന്നു, അവൾ കൂനിയാണ്, 18 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്നതിൽ കവിഞ്ഞ് അവൾക്ക് ഈ സ്ത്രീ എങ്ങനെയെങ്കിലും സൗഖ്യമാകണമെന്നോ അവളോടൊരു മനസ്സലിവോ അവളുടെ അവസ്ഥയിൽ ഒരു ദൈന്യഭാവമോ ഒന്നും കാണിച്ചില്ല. പക്ഷേ യേശു അവളെ കണ്ട മാത്രയിൽ അവളുടെ സ്ഥിതി മനസ്സിലാക്കി. ഇത് വളരെ കഷ്ടതരമായ ഒരു കാര്യമാണല്ലോ. എത്ര വർഷമായി അവളിങ്ങനെ ഒട്ടും നിവരുവാൻ കഴിയാതെ ഭൂമിയിലേക്ക് മാത്രം നോക്കി അവൾ സഞ്ചരിക്കുന്നു. നിവർന്ന് നിൽക്കുവാൻ കഴിവില്ല. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഈ മനസ്സലിവാണ്, ഈ അനുകമ്പയാണ് അവിടെ കൂടി നിന്നവർക്ക്, അല്ലെങ്കിൽ ആ സിനഗോഗിൽ ഉണ്ടായിരുന്നവർക്ക് ഇല്ലാതെ പോയത്. അവർ യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്. പള്ളിപ്രമാണിയാണ് കാര്യമായി വന്ന് സംസാരിക്കുന്നത്. യേശുവിനോട് പറയേണ്ട കാര്യം പുരുഷാരത്തോടായി സംസാരിക്കുന്നു. എന്താണ് അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞു, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ. യേശു ആ സ്ത്രീയെ സൗഖ്യമാക്കിയത് ഒരു സാമാന്യ വേല പോലെയാണ് ആ മനുഷ്യന് തോന്നിയത്. അതിൽ കവിഞ്ഞ് അവനൊന്നും തോന്നിയില്ല. ഒരു സാമാന്യ വേല ചെയ്തു, ഒരു ജോലി ചെയ്തു, അങ്ങനെ മാത്രമേ തോന്നിയുള്ളൂ. വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവീൻ. ആജ്ഞയാണ്. സൗഖ്യം ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവീൻ. ശാബത്തിൽ പാടില്ല. കാരണം അവൻ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവനാണ്. ദൈവം അവർക്ക് കൊടുത്ത പ്രമാണം, ആ പ്രമാണത്തിൻ്റെ വള്ളി പുള്ളി തെറ്റാതെ ആചരിക്കാനും ആചരിപ്പിക്കാനും ബിരുദനായി ആ മനുഷ്യൻ നിൽക്കുകയാണ്. ആരൊക്കെയാണ് ശാബത്ത് ലംഘിക്കുന്നത്? മനുഷ്യന് യാതൊരു തരത്തിലും ഗുണം വരുത്താത്ത ചില മാമൂലികളെ, നിയമങ്ങളെ, അത് അവൻ്റേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് വാദിച്ച് മറ്റുള്ളവരെ അലോരസപ്പെടുത്തി അവർക്ക് പ്രശ്നമുണ്ടാക്കി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന വ്യക്തിയായിരുന്നു ഈ പള്ളിപ്രമാണി, അല്ലെങ്കിൽ ഈ പള്ളിപ്രമാണിയെ പോലെയുള്ളവർ. അങ്ങനെയുള്ളവരെ ഇന്നും നമുക്ക് ആരാധനാലയങ്ങളിൽ കാണുവാൻ കഴിയും. ആരൊക്കെയാണ് നിയമം ലംഘിക്കുന്നത്? നിയമത്തിൻ്റെ എന്തിനു വേണ്ടിയാണ് ആ നിയമം കൊടുത്തത് എന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് അവർക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്നും അവരെ സാത്താൻ വിരോധിച്ചിരിക്കുകയാണ്. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്നവരാണവർ. അവർ ദൈവത്തെ ആരാധിക്കുന്നവരേയല്ല. ദൈവത്തിൻ്റെ മനസ്സ് അറിയുന്നവർ അല്ല. അവർക്ക് ആർദ്രതയില്ല, അനുകമ്പയില്ല, മനസ്സലിവില്ല. നിയമം വള്ളി പുള്ളി തെറ്റാതെ എങ്ങനെ ആചരിക്കണം, ആചരിപ്പിക്കണം,
മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം, മറ്റുള്ളവരെ വരുതിക്ക് വരുത്തണം. അങ്ങനെ അതിനുവേണ്ടി നോക്കിയിരിക്കുന്നവരാണ് ഇക്കൂട്ടർ. നാം ഈ വചനഭാഗം പഠിക്കുമ്പോൾ യേശുക്രിസ്തു അന്ന് ആ പള്ളിപ്രമാണിയോട് പറഞ്ഞത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പള്ളിപ്രമാണിയോട് പറയേണ്ട കാര്യം പള്ളിപ്രമാണി ചെയ്തതുപോലെ തന്നെ പുരുഷാരത്തോടെ യേശു പറയുകയാണ്. പക്ഷെ പറഞ്ഞത് പള്ളിപ്രമാണിയോടാണ്. എന്താണ് യേശു പറഞ്ഞത്? കപടഭക്തിക്കാരെ എന്നാദ്യം അങ്ങ് വിളിച്ചു. നിങ്ങൾ കപടഭക്തിക്കാരാണ്, നിങ്ങൾക്ക് ഭക്തിയൊന്നുമില്ല, ദൈവത്തോട് യാതൊരു കൂറോ ഒരു ലോയൽറ്റിയോ ഡിവോഷനോ ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ കപടഭക്തിക്കാരാണ്. കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശാബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? അതവർക്ക് പ്രധാനപ്പെട്ടതാണ്. അവരുടെ കാളയും കഴുതയുമെല്ലാം അവർക്ക് പ്രയോജനമുള്ളതാണ്. അതിനെ അവർ വലുതായി കാണുന്നു. പക്ഷേ ഈ മനുഷ്യ സ്ത്രീയുടെ കാര്യം അവർ ചിന്തിക്കുന്നേയില്ല. 18 വർഷമായി ഈ സ്ത്രീ കൂനി നടക്കുന്നു. അവരുടെ കണ്ണിൻ മുമ്പിലായിരുന്നു ആ സ്ത്രീ ആയിരുന്നത്. ആ സ്ത്രീയെപ്പറ്റി യാതൊരു വിചാരവുമില്ല. ഈ സ്ത്രീയുടെ മഹത്വം യേശുതമ്പുരാൻ അവിടെ പറയുകയാണ്. അബ്രഹാമിൻ്റെ മകളായ ഇവളെ. ആരാണ് ഈ അബ്രഹാം? അവരുടെ പിതാവാണ്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളായിരുന്നു അവർ. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവനായ അബ്രഹാം. അതായത് ആ സ്ത്രീക്കൊരു മാന്യതയുണ്ട്. അവളും കൃപയ്ക്ക് അർഹയാണ്. ദൈവത്തിൽ നിന്ന് അവൾക്കും കൃപയും കരുണയും എല്ലാം പ്രാപിക്കുവാൻ അർഹതയുണ്ട്, പുരുഷന്മാരെ പോലെ തന്നെ. അവളും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവളാണ്. അവളും ദൈവരാജ്യത്തിലെ അംഗമാണ്. ദൈവം അവളെ സ്നേഹിക്കുന്നു. അവൾക്ക് വിലയുണ്ട്, മാന്യതയുണ്ട്. കാളയ്ക്കും കഴുതയ്ക്കും കൊടുക്കുന്ന വില പോലും നിങ്ങൾ അവൾക്ക് കൊടുത്തില്ലല്ലോ. അവളുടെ പരിതാപകരമായ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സലിഞ്ഞില്ലല്ലോ. യേശു അവളെ കണ്ട മാത്രയിൽ അവളുടെ അവസ്ഥ മനസ്സിലാക്കി. അവൾ എത്രമാത്രം ശാരീരികമായും മാനസികമായും കഷ്ടപ്പെടുന്നു എന്ന് യേശു മനസ്സിലാക്കി. 18 വർഷം കുനിഞ്ഞ് നടന്ന അവൾ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ എത്രമാത്രം സങ്കടത്തോടും ആത്മഭാരത്തോടും ലജ്ജയോടും കൂടി ആയിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ അവളായിരുന്നത്. എനിക്കിങ്ങനെ സംഭവിച്ചുവല്ലോ, എല്ലാവരും മാന്യന്മാരായി നിവർന്ന് നടക്കുന്നു, എനിക്ക് മാത്രം ഇത് സംഭവിച്ചല്ലോ എന്ന് അവൾ വർഷങ്ങളായി ചിന്തിച്ച് വിഷമിച്ച് കാണണം. അന്നും അവൾ ദൈവസന്നിധിയിൽ വന്നു. എന്നെങ്കിലും അവൾ പ്രാർത്ഥിക്കുകയായിരുന്നിരിക്കണം ഈ കൂനെന്ന് മാറുമെന്ന്. പക്ഷേ യേശുതമ്പുരാൻ അവൾക്ക് വേണ്ടിയാണ് അവിടെ വന്നതുപോലെ ആ സ്ത്രീയെ മുന്നോട്ട് വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് അവൾക്ക് സൗഖ്യം കൊടുത്തത്. ക്ഷണത്തിൽ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നാം വായിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീയുടെ മാന്യത ഉയർത്തിയ യേശു എത്രമാത്രം മനസ്സലിവോടെയാണ് അവിടെ പെരുമാറിയത്. മനുഷ്യൻ്റെ ആ മാന്യത, മാനവൻ്റെ മാന്യത ഉയർത്തിയ യേശു. നാം ഈ വചനഭാഗം പഠിക്കുമ്പോൾ മറ്റുള്ളവരെ, നമ്മുടെ സഹജീവികളെ, അവർക്കും മാന്യതയുണ്ട്. അവർ സ്ത്രീയാണെങ്കിലും അവളും കൃപയ്ക്ക് അർഹയാണ്. ദൈവത്തിൻ്റെ
മകളാണ്, സൃഷ്ടിയാണ്. അത് മനസ്സിലാക്കണം. മനുഷ്യൻ കാലാകാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന ആ നിയമങ്ങൾ, ഒട്ടും മാനവികമല്ലാത്ത നിയമങ്ങൾ, മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന, അലോരസപ്പെടുത്തുന്ന നിയമങ്ങൾ, ആ രീതിയിലാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചത്. നിയമത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ അതിനെ എടുത്തു. പക്ഷെ അതിൻ്റെ അന്തസത്ത, ദൈവം എന്താണ് ആ നിയമം കൊടുത്തതിനാൽ ഉദ്ദേശിച്ചത്? നമുക്കറിയാം, ശാബത്ത് മനുഷ്യനു വേണ്ടി കൊടുത്തതാണ്, അല്ലാതെ ശാബത്തിനു വേണ്ടി അല്ല മനുഷ്യൻ. അതാണ് നാം പറയുന്നത്, ദ ലോ ഈസ് മേഡ് ഫോർ മാൻ ആൻഡ് നോട്ട് മാൻ ഫോർ ദ ലോ. ദിസ് ഇൻസിഡൻറ്റ് emphasizes human welfare over strict legalism. നിയമമുണ്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി വാദിച്ച് നടക്കുകയല്ല വേണ്ടത്. നിയമം എന്തിനാണ് മനുഷ്യർക്ക് കൊടുത്തത്? മനുഷ്യനാണ് വലുത്. അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ നിയമത്തിന് വേണ്ടിയല്ല മനുഷ്യനായിരിക്കുന്നത്. Shabbat should serve, protect and benefit people rather than forcing people to comply with Shabbat rules that fail to serve human needs. നമുക്ക് ഇതേ തുടർന്ന് ഒരു സങ്കീർത്തന ഭാഗം പഠിക്കാം. സാം 9. നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം ജനത്തിന് നിയമങ്ങൾ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളുമെല്ലാം അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. സാധുവിനും ദരിദ്രനും അഗതിക്കും ഗുണകരമായി വരേണ്ടതാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ച് ഉല്ലസിക്കും, അത്യുന്നതനായുള്ളവയെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് പാടുന്നു, ദൈവമേ, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. നീ ജാതികളെ ശാസിച്ചു, ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമത്തെ നീ സദാകാലത്തേക്ക് മായ്ച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയാകിയിരിക്കുന്നു. എന്നാൽ ദൈവം എന്നേക്കും വാഴുന്നു. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ദൈവം ലോകത്തെ നീതിയോടെ വിധിക്കും. ജനതകൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. ദൈവം പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ. അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു. എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല. ആ കൂനിയായ സ്ത്രീയെപ്പോലെ എളിയവരായി ദുഃഖിതരായി നമ്മുടെ മധ്യയെ പാർക്കുന്നവരെ നാം ഓർക്കണം. ദൈവം അവരെ മറന്നു കളയുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണും കാതുമെല്ലാം അവരുടെ നിലവിളിക്കാണ് തുറന്നിരിക്കുന്നത്. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി. അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു.
ദുഷ്ടത പ്രവർത്തിക്കുന്നവർ ആ പള്ളിപ്രമാണിയെപ്പോലെ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിപ്പോകും. യേശുക്രിസ്തു ആ പള്ളിപ്രമാണിയെ ശാസിക്കുകയായിരുന്നു. എന്താണ് അവനെ വിളിച്ചത്? കപടഭക്തിക്കാര എന്ന്. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു. ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. എന്നാൽ ദരിദ്രനെ എന്നേക്കും മറന്നുപോകുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല. ദൈവമേ, എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ. ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. ദൈവമേ, തങ്ങൾ മർത്യരത്രേ എന്ന് ജനതകൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ. ജനങ്ങൾ മനസ്സിലാക്കണം തങ്ങൾ വെറും മനുഷ്യരാണ് എന്ന്. ദൈവസന്നിധിയിൽ ഇവർക്ക് പുകഴുവാനൊന്നുമില്ല, വെറും മർത്യരാണ്. ദൈവം എന്തുദ്ദേശത്തോടെയാണോ തൻ്റെ പ്രമാണങ്ങൾ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്, അത് നമ്മിലുള്ള സാധുക്കൾക്കും അഗതികൾക്കും അശരണർക്കും നാം സഹായമായിരിക്കുവാനാണ്. ആ നിയമങ്ങൾ അവർക്ക് തടസ്സത്തിനായി നിന്നുകൂടാ, അവരുടെ സഹായത്തിനായി അത് നിലനിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യ നന്മയ്ക്കായി ദൈവം കൊടുത്ത നിയമങ്ങളെ മറന്ന് അതിൻ്റെ അന്തസ്സത്ത ചോർത്തിക്കളഞ്ഞ് അതിനെ പൊള്ളയാക്കി അത് പ്രമാണിക്കുവാൻ സാധുക്കളെ നിർബന്ധിക്കുന്ന, അവർക്ക് കഷ്ടം വരുത്തുന്ന ഒരവസ്ഥയെ ദൈവം എപ്പോഴും ശാസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ അടുത്ത വചനപാഠം പഴയ നിയമത്തിൽ നിന്നാണ്. ഫ്രം ദ ബുക്ക് ഓഫ് ഐഷായ, ചാപ്റ്റർ 1 verses 12 to 17. ദൈവത്തെ ആരാധിക്കുവാൻ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എല്ലാമായിട്ട് ദൈവസന്നിധിയിൽ വരികയാണ് ഭക്തന്മാരായി ജനങ്ങൾ. ദൈവം അവരെ ശാസിക്കുന്നു. നമുക്ക് വേഴ്സ് 11 തൊട്ട് വായിക്കാം. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടുപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ? ഇതൊക്കെ എനിക്ക് തരണമെന്ന് ഇത് നിങ്ങളോട് ചോദിച്ചത് ആരാണ്? ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളിതെല്ലാം ചെയ്യുകയാണ്, ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാനവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. സർവശക്തനായ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ്. അതിന് പകരം നാം നമ്മുടേതായ കാര്യങ്ങൾ ദൈവത്തിന് ഇതൊക്കെ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു ചെയ്യുകയാണ്. അത് നമ്മുടെ സഹജീവികളായ ദരിദ്രന്മാരോടും അഗതികളോടും അനാഥരോടും അവർക്ക് ഉപദ്രവം വരുത്തിക്കൊണ്ടാണ് അത് അവരുടെ പുറത്തെ ചിലവാകത്തുള്ളൂ. പക്ഷെ ദൈവം പറയുകയാണ്, ഇത് ഇങ്ങോട്ടെടുക്കണ്ട, എൻ്റെ അടുത്ത് ഇതൊന്നും ചിലവാകില്ല. നിങ്ങളുടെ ഹനനയാകവും ഹോമയാകവും ഇതെല്ലാം കണ്ട് ഞാൻ മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അർപ്പിക്കുന്ന രക്തം എനിക്ക് വെറുപ്പാകുന്നു. ഇതൊക്കെ ചെയ്യുവാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ? നമുക്കിതൊന്നുകൂടെ വായിക്കാം. Stop bringing meaningless offerings. When you come to meet with me, who has asked this of you, this trampling of my courts? എൻ്റെ ദേവാലയത്തിൽ കാല് ചവിട്ടുവാൻ നിങ്ങളോട് ആര് പറഞ്ഞു? കർത്താവിൻ്റെ ചോദ്യമാണ്. When you come to meet with me, who has asked this of you, this trampling of my courts? Stop bringing meaningless offerings. Your incense is detestable to me. New moons, Shabbats and convocations, I cannot bear your evil assemblies. Your new moon festivals and your appointed feasts my soul hates. They have become a burden to me. I am weary of bearing them. When you spread out your hands in prayer, I will hide my eyes from you. Even if you offer many prayers, I will not listen. Your hands are full of blood. Wash and make yourselves clean. Take your evil deeds out of my sight. Stop doing wrong. Learn to do right. Seek justice. Encourage the oppressed. Defend the cause of the fatherless. Plead the case of the widow. തുടർന്ന് നമുക്ക് പൗലോസ്ലീഹ എഴുതിയ ഒരു ലേഖനം പഠിക്കാം. The Epistle of Ephesians chapter 6 verses 5 to 9. ഈ തിരുവചന ഭാഗം പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയിലെ ജനങ്ങൾക്ക് നൽകുന്ന പ്രബോധനമാണ്. ഇന്നത്തെ പോലെ അന്നത്തെ സമൂഹത്തിലും അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും യജമാനന്മാരുണ്ട്, ബോസ്, സബോർഡിനേറ്റ്സ്, ഇങ്ങനെ ശ്രേണികളുണ്ട്. എന്താണ് പൗലോസ് അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുന്നതെന്ന് നോക്കാം. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും
അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുവീൻ. നാം ഓഫീസിലൊക്കെയും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോസിനോട് സബോർഡിനേറ്റ്സായ നാം എങ്ങനെയാണ് ഇടപെടേണ്ടത്, അവരെ അനുസരിക്കേണ്ടത്, നമ്മുടെ ജോലിയിൽ എത്രമാത്രം നാം സിൻസിയറായിരിക്കണം, നമ്മുടെ യജമാനന്മാരെ എങ്ങനെ നാം അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Obey your earthly masters, your slaves, with respect and fear, and with sincerity of heart, just as you would obey Christ. നിങ്ങൾ അപ്പോഴെല്ലാം ഓർക്കേണ്ടത്, ക്രിസ്തുവിനെ നിങ്ങൾ എങ്ങനെയാണോ അനുസരിക്കുന്നത്, ക്രിസ്തുവിന് നിങ്ങൾ എങ്ങനെയാണോ കീഴ്പ്പെട്ടിരിക്കുന്നത്, അതുപോലെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ മേൽ ആക്കി വച്ചിരിക്കുന്ന യജമാനന്മാരെ, ഓഫീസർമാരെ നിങ്ങൾ കരുതുകയും അനുസരിക്കുകയും ചെയ്യണം. Obey them not only to win their favor when their eye is on you, but like slaves of Christ, doing the will of God from your heart. ദൃഷ്ടിസേവയാലല്ല, അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, അവർ സ്ഥലത്തില്ലാത്തപ്പോഴും, അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ തന്നെയും ക്രിസ്തുവിനെ നിങ്ങൾ എങ്ങനെയാണോ അനുസരിക്കുന്നത് അതുപോലെ തന്നെ അവരോടും പെരുമാറണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. Obey them not only to win their favor when their eye is on you, but like slaves of Christ, doing the will of God from your heart. Serve wholeheartedly, as if you were serving the Lord, not men, because you know that the Lord will reward everyone for whatever good he does, whether he is slave or free. ബോസെന്നോ സബോർഡിനേറ്റോ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി, യജമാനന്മാരെ നിങ്ങളും ദാസന്മാരെ നിങ്ങളും നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ആയിരിക്കണം. അപ്പോഴെല്ലാം നിങ്ങൾക്ക് വിചാരം വേണ്ടത്, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം എങ്ങനെയാണോ മാനിക്കുന്നത്, അനുസരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അതുപോലെ ആയിരിക്കണം നാം ഈ ഭൂമിയിലും. അത് എല്ലാവരോടുമാണ് പൗലോസ് അപ്പോസ്തലൻ പ്രബോധനം നൽകുന്നത്. യജമാനന്മാരോടും ദാസന്മാരോടും ഒരുപോലെ. And masters, treat your subordinates in the same way. Do not threaten them, since you know that he who is both their master and yours is in heaven, and there is no favoritism with him. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ല. ദൈവം നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആത്മാവിൽ അതനുസരിക്കുവാനാണ്, അക്ഷരത്തിലല്ല. എല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരെയും ഒരുപോലെ കരുതുന്നവനായ ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ കൂനയായ സ്ത്രീയെ പോലെ നമുക്കും പറയാം, നമുക്ക് വേറെ സങ്കേതമില്ല. ദൈവമാണ് നമ്മുടെ അധിപൻ, അവനാണ് നമ്മുടെ സങ്കേതം. വേറെ സങ്കേതമില്ലേ, എനിക്ക് ആശ്രയം നീതാൻ. നാഥ കൈവടിയല്ലേ, കാത്തുരക്ഷിക്ക സദാ. എൻ്റെ കൂന നിവർത്തി ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ, എന്നെ മാന്യനാക്കുവാൻ കഴിയും വിധം കർത്താവേ, നീ കരുണയുടെ ഉറവാണല്ലോ. ജീസസ്, ലവർ ഓഫ് മൈ സോൾ, നിൻ്റെ മാർവിടത്തിലേക്ക് ഞാൻ പറന്നണയട്ടെ.
Jesus, lover of my soul, let me to thy bosom fly, while the nearer waters roll, while the tempest stillness high. Hide me, O my Saviour, hide, till the storm of life be past, safe into the heaven guide. Oh, receive my soul at last. Oh, the refuge of mine own, hangs my helpless soul on thee. Leave, oh leave me not alone, still support and comfort me. All my trust in thee is stead, all my help from thee I bring. Cover my defenseless head in the shadow of thy wing. Thou, O Christ, art all I want, more than all in thee I find. Raise the fallen, cheer the faint, heal the sick and lead the blind. Just and holy is thy name. I am all unrighteousness, while and full of sin I am. Thou art full of truth and grace. Plenteous grace with thee is found, grace to pardon all my sin. Let the healing stream abound, make and keep me pure within. Thou of life, the fountain art, freely let me take of thee. Spring the